ഈ കുറ്റം ചെയ്തത് പ്രതിയാണെന്ന് പ്രതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സാഹചര്യ തെളിവുകളുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളും പോലീസ് ഇപ്പോൾ ശേഖരിക്കും. പക്ഷേ അറിയേണ്ടത് എന്തിനിത് ചെയ്തു എന്നതാണ്. അതിലാണ് ഈ അവ്യക്തത തുടരുന്നത്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകം നടന്ന് 3 ദിവസമാകുമ്പോഴും കേസിൽ അവ്യക്തത തുടരുകയാണ്. ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന് സുഹൃത്തായ അനന്തു റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദേവേന്ദുവിനെ ഹരികുമാർ കൊലപ്പെടുത്തിയില്ലെന്നും കൊലപ്പെടുത്തിയെങ്കിൽ തന്നെ സഹോദരി ചെയ്യിപ്പിച്ചതാകാമെന്നുമാണ് സുഹൃത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നമുക്കൊന്ന് കേട്ടുവരാം. ദേവേന്ദുവെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഹരികുമാറിൻ്റെ ഉറ്റ സുഹൃത്ത് അനന്തു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തുവിന് എന്ത് തോന്നുന്നു, ഇത് ഹരികുമാർ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്ന പ്രകൃതക്കാരനാണോ? ഇല്ല സാർ, അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യില്ല. ഒരു 100-150% ഉറപ്പാണ്. അവൻ അങ്ങനെ ഒരു മൈൻഡിൽപ്പെട്ട ആളല്ല. നമ്മൾ സ്കൂളിൽ ഞാൻ നേഴ്സറി വിട്ട് 10 വരെ അവൻ്റെ കൂടെയാണ് ഞാൻ പഠിച്ചത്. ഒരു ബെഞ്ചിലിരുന്നാണ്. നമ്മൾ ഡാന്ന് വിളിച്ചാൽ അവന് തിരിച്ച് ഒന്നും പ്രതികരിക്കില്ല, തിരിഞ്ഞങ്ങ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡുള്ള പയ്യനായിരിക്കണം. അങ്ങനെയുള്ള പയ്യനൊന്നും അല്ല. പക്ഷെ ഇങ്ങനെ എന്താണ് സംഭവിച്ചത് ചിലപ്പം എനിക്കറിയില്ല അത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഏതാണെന്നും. പക്ഷെ അവൻ അങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ മരിച്ചു, ഈ ഇടയ്ക്ക് 16 ആയിരുന്നു. ഇപ്പോൾ എന്നെ വന്ന് കണ്ടു, ഞാൻ സംസാരിച്ചിട്ടാണ് പോയത്. അപ്പോഴും നല്ല ക്രൂർ മൈൻഡിലാണ് സംസാരിച്ചത്. എപ്പോഴും സംസാരിക്കുമ്പോഴാണ് സംസാരിച്ചത് തന്നെ. കുഞ്ഞിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ കണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചു 16 മുമ്പേ 7-8 ദിവസം കഴിഞ്ഞിട്ട് അവർ റോഡിലെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് റോഡിൽ നിൽക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോഴൊന്നും വേറെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ അവിടെ കൈ കാണിച്ചു, ഞാൻ അങ്ങ് പോയി. അവൻ റോഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അവന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മെസ്സേജൊക്കെ അയച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മയാണ് പറയുന്നത്. നമ്മളൊരു പേപ്പറിൽ ആ എന്ന് എഴുതി കൊടുത്താൽ അതിനെ തിരിച്ചെഴുതാൻ പറഞ്ഞാൽ പോലും അവനറിയില്ല. അങ്ങനത്തെ ഉള്ളൊരു പയ്യനാണ്. എന്ന് പറഞ്ഞാൽ അവന് അക്ഷരം അറിഞ്ഞുകൂടാ. ഇതിലെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും? അങ്ങനെയാണെങ്കിൽ ഇതിൽ സംഭവിച്ചിട്ടുള്ള ഒന്നേ ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതായിരിക്കും. അവന് മറ്റേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ IID ലിസ്റ്റിലൊക്കെ അവന് പേരുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് അവർ നോക്കുന്നത് അവൻ അങ്ങനെ ഇവൻ്റെ പേരിൽ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് എനിക്ക് പൂർണ്ണമായ ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ചെയ്യിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ അമ്മയായിരിക്കും. എന്താ അങ്ങനെ സംശയിക്കാൻ കാരണം? അങ്ങനെ സംശയിക്കാൻ കാരണം ഇപ്പോൾ അമ്മയ്ക്ക് കൊച്ചു മരിച്ചതിൻ്റെ അന്ന് നമ്മൾ പോയപ്പോൾ അവർക്ക് ഒരു സ്വന്തം പ്രസവിച്ച അമ്മയല്ലേ. അപ്പോൾ എന്തായാലും ഒരു കരച്ചിലും ഒരു തുള്ളി കണ്ണീരെങ്കിലും വരില്ല ഇങ്ങനെ സംഭവം അറിഞ്ഞപ്പോഴേ. ഇതൊരു കുഴപ്പമില്ല, ക്രൂഡ് മൈൻഡിലാണ് അവർ ഇറങ്ങി ജീപ്പിൽ കയറി പോയത്. ഈ ഹരികുമാറിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നൊരു സംശയം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. നിങ്ങളെ ചെറുപ്പം മുതൽ അറിയാം, അയൽവാസിയാണ്, കൂട്ടുകാരനാണ്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മളടുത്ത് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളടുത്ത് നല്ല സ്നേഹമാണ്. വേറെ ഒരു കുഴപ്പം നമുക്ക് ദേവോദ്രവോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയല്ല, എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? നമുക്ക് തോന്നിയിട്ടില്ല. ഇതിന് മുമ്പ് ആലപ്പുഴയിൽ മുമ്പ് എവിടെയായിരുന്നു ജോലി? ആ മേളമാണ്, തബലയാണ്. ഒരിക്കലും കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നതാണ് കൂട്ടുകാരനായ അനന്തു പറയുന്നത്. അക്കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML ഒപ്പം റിപ്പോർട്ടർ റാഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റാഹീസ് റഷീദ് ഇപ്പോൾ സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ്. പോലീസ് പ്രാഥമികമായി മാധ്യമങ്ങളോട് പറഞ്ഞത് മാനസികമായി എന്തോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാണ്. ഇതൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ എന്തിന് കുഞ്ഞിനെ ആ കിണറ്റിൽ എറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.